രജനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ വന്നിട്ട് പെർഫോമൻസ് ഒക്കെ എന്തൊക്കെയുണ്ട്? ഒരു ചൂട് ദോശ തരൂ. ദാ വരുന്നുണ്ട് രാജകുമാരി, ഈ വീടിൻ്റെ ഐശ്വര്യം. രജനി ഈ വീടിൻ്റെ ഐശ്വര്യം. ഇത്തിരി നെയ്യ് ഒഴിച്ചാൽ മതിയമ്മ. ചായപ്പൊടി. രജനിയെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ രജനി, ഞാൻ പറഞ്ഞില്ലേ ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന്, സത്യമാണ്. രജനി വരുമ്പോഴാണ് എൻ്റെ വീട്ടിലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ 10:45, 11 ഒക്കെ ആയിട്ടാണ് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ ചിലർ പറയുകയല്ലേ ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്നതെന്നൊക്കെ. അതുപോലെ ഒരു ദോശ കൂടെ ചുടൂ. അത് നീ കഴിച്ചു കേട്ടോ. എനിക്കൊന്നു മതി കുട്ടി, എനിക്കൊന്നു മതി. രജനിക്ക് ഇന്ന് എന്തായിരുന്നു കൂട്ടാനൊക്കെ? അത് പറഞ്ഞപ്പോഴാണ് കുട്ടിയെ ഞാൻ ഇലയും തണ്ടും ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതാണ് തോരന്. ആ തണ്ടും ഇലയും എല്ലാം കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. അതൊരു തോരൻ. എന്ത് ചീരയാണ് കുട്ടി? സാമ്പാർ ചീര എല്ലാം ഉണ്ട്, കിട്ടിയത് സകല ഗുലാമിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു തോരൻ വയ്ക്കാം. വേറെ എന്തോ അടി ഒഴിക്കാൻ വയ്ക്കാൻ എന്തോ ഉള്ളത്? കുമ്പളങ്ങ അരിപ്പുണ്ടോ? ഇല്ലേ പിന്നെന്താ കുട്ടി ഉള്ളത്? രജനി, ആ പച്ച സാധനം ഇല്ലേടി, ബ്രക്കോളിയോ കിക്കോളിയോ, അത് കൂട്ടാൻ വയ്ക്കാൻ പറ്റുമോടി? അതെയോ? പിന്നെന്താ നമുക്ക്? മോളെ ഒരു കാര്യമുണ്ടടി, മുരിങ്ങയില പറിച്ചോണ്ട് അമ്മ വെച്ചിട്ടുണ്ട്. ഒന്നും ഇതാക്കി. ഒരു കുഴപ്പവും ഇല്ല. കർക്കിടക മാസം മുരിങ്ങയില കഴിച്ച് ആരും ചത്തുപോകില്ല. ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസമാണ് കുട്ടിയെ. ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഏത് മാസത്തിനും മുരിങ്ങ ഉപയോഗിക്കാമെന്ന്. ഒരു പിടി ഇട്ടാൽ മതി കേട്ടോ. പരിപ്പും എടി, ചെറുപരിപ്പിരിപ്പുണ്ട് മറ്റേ? അതെ, സാധാ പരിപ്പിട്ട് വെച്ചാൽ മതി. അത് ഒത്തിരി ഇട്ടാൽ മതി കേട്ടോ കുട്ടി. കൂട്ടാനും ഒരു ശകലം മതി, അല്ലേ ഒരുപാട് അധികം വരും. അപ്പോൾ നമുക്ക് ഇന്ന് പരിപ്പും മുരിങ്ങയും കൊണ്ടുള്ള കറി. നിങ്ങളൊക്കെ വിചാരിച്ചോളൂ, ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇപ്പം ഏത് മാസത്തിലും മുരിങ്ങ കഴിക്കാം. ഇത് ചുമ്മാതാണ്, അന്ധവിശ്വാസമാണ്. പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ട് ഇത്രയും മാസങ്ങളിലെ എന്തോ വിഷങ്ങളൊക്കെ കൂടെ, ഈ പ്രകൃതിയുടെ വിഷങ്ങളെല്ലാം കൂടി പിന്നെ കർക്കിടകത്തിലാത്ര സംഭരിച്ച് വയ്ക്കുന്നത്. പിന്നെ കർക്കിടകം ഒരു മാസം കൊണ്ടല്ലേ, മിഥുനം വരെ നമ്മൾ കൂട്ടുന്നുണ്ട്, അപ്പോൾ വിഷമില്ലേ? അപ്പോൾ കർക്കിടകത്തിൽ ഒരു മാസം കൊണ്ട് എവിടെ നിന്ന് സംഭരിച്ച് വയ്ക്കുന്നു? അങ്ങനെയാണെങ്കിൽ മിഥുനം വരെ നമ്മൾ അത് കഴിച്ചപ്പം അതിൽ വരണമല്ലോ. അതുകൊണ്ട് അത് വെറുതെയാണെന്ന് ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതൊക്കെ ഒരുവിധം ശരിയായിട്ടുള്ള കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതെയോ? എടി, അതിന് വേറൊരു കഥയുണ്ട്. സീതയുടെ താലിയായിട്ടും പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് നോക്കാമല്ലോ നമ്മൾ മുരിങ്ങ കഴിച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരു പിടി ഇട്ടാൽ മതി. എന്നിട്ട് ചായക്കപ്പ് തവിട്ടി ഡൈനിങ് ടേബിളല്ല, ട്രേയിൽ ഒരു 3-4 ഇരിപ്പുണ്ട്. മോള് തന്നു വിട്ട കപ്പിൽ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഞങ്ങൾ 11 മണിക്ക് എനിക്കും രജനിക്കും ഒരു ചായയും ദോശയും ഉണ്ട്. അവൾ വന്നാൽ എനിക്കൊരു ചായയും ഒരു ദോശയോ എന്തെങ്കിലും ഒന്ന്. കാരണം ഞാൻ ഈ മരുന്ന് കഴിക്കുന്നതല്ലേ കൂട്ടുകാരെ, അതുകൊണ്ട് എനിക്ക് 11 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി ഉണ്ടാക്കി തരും. ഉണ്ടാക്കി തന്നില്ലേ അവളെ ഞാൻ ചായ ഊറ്റുന്നു. മനോഹരി പാവം കുട്ടിയാകട്ടെ. എത്ര വർഷമായി ഞാനീ പറയുന്നു. എന്നെ അവളും പറയും, അവളെ ഞാനും പറയും. അങ്ങനെ ഞങ്ങൾ ശരിക്ക് പറഞ്ഞാൽ രജനിയും ഞാനും കൂടെ സത്യത്തിലൊരു പേരക്കുട്ടി മുത്തശ്ശി ബന്ധമാണ്. അവൾ പറയുന്നതൊക്കെ ഞാനും കേൾക്കും, ഞാൻ പറയുന്നതൊക്കെ അവളും കേൾക്കും. അതാണ് ഞങ്ങളുടെ ഒരു 16 വർഷത്തെ ജീവിത രഹസ്യം, അല്ലേ കുട്ടി? ഇതിനിടയിൽ കള്ള് കുടിച്ച് അടിപിടി കൂടുന്ന ഭർത്താക്കന്മാരുടെ കൂടെ ഒന്ന് ഭാര്യമാർ പിണങ്ങിപ്പോയില്ലേ, അതേപോലെ ഇവിടെ പിണങ്ങിയും പോയിട്ടുണ്ട് പല പ്രാവശ്യം. പിന്നെ രജനി എനിക്ക് വയ്യാതിരിക്കുക, സുഖമില്ല മാഷെ, രജനി ഒന്ന് വിളിക്കുക, എനിക്ക് വയ്യ. ഈ കുട്ടി ഇവിടുന്ന് പടി കടന്നു കഴിയുമ്പോൾ എനിക്ക് വെപ്രാളവും മനസ്സിനൊരു വേദനയാണ്. അന്നേരം രജനിക്കൊരു കാര്യമുണ്ട്, നിങ്ങളോട് ഞാൻ ആ കാര്യം പറയാം. അവൾ ഫോൺ എടുക്കുകയില്ല.
ആ അവിടെ ഫോൺ നിശ്ചലമാകും. അങ്ങനെ നിനക്കെവിടെ? ആ ഒരെണ്ണം ചുട്ട് കഴിക്കടി പ്ലീസ്. ഒന്ന് ചുട്ട് തന്നെ എനിക്ക് ഒരു കമ്പനി താടി മതിയോ? അവൾക്ക് ചായ മതി, ദോശ വേണ്ടാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോന്നു. എൻ്റെ രജനിക്കൊരു വീട് ഇല്ലാത്തതിൻ്റെ വിഷമമാണ് അവൾ കൊണ്ട് നടക്കുന്നത്. ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ആ കുട്ടി നടക്കുന്നത്. എന്നാലും അവൾ എപ്പോഴും ചിരിച്ച മുഖമാണ്. ചില നേരത്തൊക്കെ അവൾക്കൊരു ഒരു മുറൈ വന്ന് പാത്തായൊക്കെ ഉണ്ടാകും. അതെ, അവളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ അവൾ എന്നോട് ഇത്തിരിയൊക്കെ ദേഷ്യപ്പെടും. അപ്പോൾ ഞാനും വിചാരിക്കും, അവൾ എന്തെല്ലാം പ്രശ്നങ്ങൾ, എല്ലാത്തിനും അവൾ ഓടണം. അവൻ നല്ല പയ്യനാ, എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ അവനെ നല്ല പയ്യൻ തന്നെയാണ് അവൻ പഠിക്കുമ്പോഴും. പിന്നെ ഇവളും ഇടയ്ക്കൊക്കെ അവനെ ഞാനത് നിങ്ങളോട് പ്രത്യേകം പറയാം കൂട്ടുകാരെ. ഈ ലോട്ടറി എടുപ്പ് ഒരുപാട് കുടുംബങ്ങൾ തകർത്തു അല്ലേ രജനി? അത് ഉണ്ണിയും നിൻ്റെ ഭർത്താവും കേൾക്കട്ടെ, സൂര്യപ്രകാശും കേൾക്കട്ടെ. സൂര്യപ്രകാശ് എന്നാവില്ല രജനിയുടെ ഭർത്താവിൻ്റെ പേര്. അപ്പോൾ ഈ ലോട്ടറി എടുപ്പ് ഒരുപാട് കുടുംബങ്ങൾ തകർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ അമിതമായി ലോട്ടറി എടുക്കുന്ന ഒന്ന് നിർത്ത്. രജനി, അതിനെക്കുറിച്ച് നീ എന്തെങ്കിലും ഒന്ന് പറയൂ. അതെ കേട്ടാ കുട്ടി പറഞ്ഞേ, ഒരു ലോട്ടറി എടുക്കണം ആവശ്യത്തിന്, അല്ലാതെ ഇത് കിട്ടുന്ന കാശ്. അതെ അല്ലേ, പാവം തന്നെ. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ അവൾക്കുണ്ട്. പക്ഷെ അവൻ നല്ല കുടുംബസ്ഥനാണ്, അവളെ നല്ല സ്നേഹവും, പിള്ളേരെ അവളെയൊക്കെ നല്ലോണം നോക്കും, എന്നും പണിക്ക് പോവും, ഒക്കെ ചെയ്യും. എന്ത് പണിയാടി അവൻ്റെ? മേശൻ പണി. മേശനാണ്, നല്ല മേശനാണ്. അപ്പം രജനി ഇന്ന് നമുക്ക് കൂട്ടാൻ മുരിങ്ങയും പരിപ്പും കൂട്ടാനും കുറേ പേര് എന്നോടിപ്പോൾ കമൻ്റ് ഇടും, ടീച്ചറെ കർക്കിടകത്തിൽ മുരിങ്ങ വേണമെന്ന്. അതും പിന്നെ ചേമ്പും തണ്ടും ചേമ്പലയും സാമ്പാർ ചീരയുടെ ഇലയും. കുട്ടി അതിങ്ങോട്ടൊന്ന് കാണിക്കും, എല്ലാം കൂടെ ഒന്ന് കാണിച്ചേരേ, അല്ല അതെല്ലാം കൂടി ഇങ്ങോട്ട് കാണാം, പാത്രത്തിൽ തന്നെ കാണിച്ചു. ഞാൻ രജനി വരുമ്പോഴത്തേക്ക് അതൊക്കെ കഴുകി വാരിയതാ കേട്ടോ കുട്ടിയെ. ഇതാണ് ഇന്നത്തെ നമ്മുടെ തോരൻ. ചേമ്പലയുണ്ട്, എന്തൊക്കെയുണ്ട് മോളെ? സാമ്പാർ ചീരയുടെ ഇലയുണ്ട്, ഡയബറ്റിക് ചീരയുടെ ഇലയുണ്ട്, പിന്നെ ചേമ്പിൻ്റെ ചെറിയ തണ്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 6-7 തരമുണ്ട്. ഇത്തവണ ഞാൻ 10 തോരൻ വെച്ചില്ല, ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് രജനി, ഇതെല്ലാമാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇങ്ങോട്ട് നോക്കൂ രജനി, ഇങ്ങോട്ട് നോക്കൂ. എല്ലാവർക്കും നമ്മുടെ രജനിയുടെ വക എൻ്റെ വക ഒരു ഹായ്. നീ തിരിഞ്ഞങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് ഇന്നൊരു ഹായ് പറയൂ. എല്ലാവർക്കും നമസ്തേ പറ. നമസ്കാരം.